വിശുദ്ധ ബൈബിളിലെ 1-2 സാമുവേൽ അധ്യായങ്ങളുടെ ആമുഖം. അവസാനത്തെ ന്യായാധിപനായ സാമുവേലിൻ്റെ കാലം മുതൽ ദാവീദിൻ്റെ ഭരണത്തിൻ്റെ അവസാനം വരെയുള്ള ചരിത്രമാണ് സാമുവേലിൻ്റെ പേരിലുള്ള 2 പുസ്തകങ്ങളുടെ ഉള്ളടക്കം. 1-2 സാമുവേൽ, 1-2 രാജാക്കന്മാർ എന്നീ പുസ്തകങ്ങൾ 1-4 രാജാക്കന്മാർ എന്ന പേരിലാണ് ഗ്രീക്ക് പരിഭാഷയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ചില ആധുനിക വിവർത്തനങ്ങളും ഈ പാരമ്പര്യം സ്വീകരിച്ചു കാണുന്നു. BC 1050 കൂടി ഇസ്രായേലിന് ഫിലിസ്ത്യരുടെ ഭീഷണി വർദ്ധിച്ചു. ന്യായാധിപന്മാരുടെ നേതൃത്വത്തിൽ ഫിലിസ്ത്യരെ അവിടെവിടെ അമർച്ച ചെയ്യാൻ സാധിച്ചെങ്കിലും ശാശ്വത പരിഹാരം ഉണ്ടായില്ല. മറ്റു ജനതകളുടേതുപോലെ ഒരു രാജാവുണ്ടായാൽ തങ്ങൾക്ക് സമാധാനവും ഐശ്വര്യവും ലഭിക്കുമെന്ന് ജനം പ്രതീക്ഷിച്ചു. സാമുവേലിൻ്റെ പുത്രന്മാരുടെ നേതൃത്വം ജനത്തിന് സ്വീകാര്യമായില്ല. തങ്ങൾക്കൊരു രാജാവ് വേണമെന്ന് അവർ ശഠിച്ചു. കർത്താവല്ലാതെ മറ്റൊരു രാജാവ് ആവശ്യമില്ല എന്ന അഭിപ്രായമാണ് സാമുവേലിനുണ്ടായിരുന്നതെങ്കിലും ജനഹിതമനുസരിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കർത്താവിൻ്റെ നിർദ്ദേശം ലഭിച്ചു. സാമുവേൽ സാവൂളിനെ രാജാവായി അഭിഷേകം ചെയ്തു. ഫിലിസ്ത്യർക്കെതിരെയുള്ള യുദ്ധങ്ങളിൽ വിജയം വരിച്ചെങ്കിലും ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചതുകൊണ്ട് സാവൂൾ തിരസ്കൃതനായി. പകരം ജസ്സയുടെ പുത്രനായ ദാവീദിനെ സാവൂൾ അറിയാതെ സാമുവേൽ അഭിഷേകം ചെയ്തു. ഫിലിസ്ത്യരുമായുള്ള യുദ്ധത്തിൽ മുറിവേറ്റ സാവൂൾ സ്വന്തം വാളിൽ വീണു മരിച്ചു. ദാവീദ് ഹെബ്രോണിൽ വെച്ച് പരസ്യമായി അഭിഷിക്തനായി. അവിടെ 7 വർഷം ഭരിച്ചു. തുടർന്ന് തലസ്ഥാനം ജെറുസലേമിലേക്ക് മാറ്റി. ആകെ 40 വർഷം ദീർഘിച്ച ദാവീദിൻ്റെ ഭരണകാലം സംഭവബഹുലമായിരുന്നു. സാവൂളിൻ്റെ മകൻ ഇഷ്ബാലും സ്വന്തം മകൻ അബ്സലോമും സിംഹാസനം തട്ടിയെടുക്കാൻ നടത്തിയ ശ്രമങ്ങൾ വിജയിച്ചില്ല. ബാഹ്യശത്രുക്കളായ ഫിലിസ്ത്യർ, അമലേക്യർ, മൊവാബ്യർ, എദോമ്യർ എന്നിവരെയെല്ലാം തോൽപ്പിച്ച് ദാവീദ് രാജ്യത്ത് സമാധാനം സ്ഥാപിച്ചു. ഇസ്രായേലിൽ ഐശ്വര്യം കളിയാടി. ഐശ്വര്യം കൈവന്നപ്പോൾ ദാവീദ് കർത്താവിന് ഒരാലയം പണിയാൻ ആഗ്രഹിച്ചു. എന്നാൽ നാഥാൻ പ്രവാചകൻ വഴി കർത്താവ് അത് വിലക്കി. ദാവീദിൻ്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുമെന്ന വാഗ്ദാനം നാഥാൻ വഴി കർത്താവ് നൽകി. വരാനിരിക്കുന്ന രക്ഷകൻ ദാവീദിൻ്റെ പുത്രനായിരിക്കുമെന്ന വിശ്വാസത്തിൻ്റെ ഉറവിടം ഇവിടെയാണ്. നീതിനിഷ്ഠനായ രാജാവായിരുന്നെങ്കിലും ബലഹീനതയുടെ നിമിഷങ്ങൾ ദാവീദിൻ്റെ ജീവിതത്തിലുമുണ്ടായിരുന്നു. ഊറിയായുടെ ഭാര്യയായ ബത്ശബയെ സ്വന്തമാക്കാൻ ദാവീദ് കാട്ടിയ വൻ ചതി നാഥാൻ്റെ ശക്തമായ വിമർശനത്തിന് വിഷയമായി. തെറ്റു മനസ്സിലാക്കിയ ദാവീദ് ഉള്ളുരുകി അനുതപിച്ചു. ദാവീദിന് ബത്ശബയിൽ ജനിച്ച പുത്രനാണ് കിരീടാവകാശിയായി തീർന്ന സോളമൻ. ദൈവഹിതത്തിന് വിരുദ്ധമായി ജനസംഖ്യ എടുത്തതിന് ശിക്ഷയായി വന്ന മഹാമാരിയിൽ നിന്ന് ജനത്തെ രക്ഷിക്കണമേ എന്ന യാചനയുമായി ബലിയർപ്പിക്കുന്ന ദാവീദിനെയാണ് 2-ാം പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് കാണുക. ഇതാണ് വിശുദ്ധ ബൈബിളിലെ 1-2 സാമുവേൽ അധ്യായങ്ങളുടെ ആമുഖം. ദൈവത്തിന് നന്ദി.